കേരളത്തിന് പുറത്ത് CPM-ന് 4 MP-മാരുണ്ട്. ഈ 4 MP-മാരിൽ 3 പേരും ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും എന്താ അതിന് പ്രശ്നം? അതിന് പ്രശ്നമൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകൾ പോലത്തെ മറ്റൊരു സംഘടന, അത്രേ ഉള്ളൂ. പിന്നെ അവരാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, വെൽഫെയർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരെന്താണ് ജമാഅത്ത് ഇസ്ലാമിനെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത്? കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ട് ചെയ്യുന്നത് UDF-നെയാണ്. CPM-നെ സപ്പോർട്ട് ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി പത്രത്തിലൊക്കെ അവർക്കുള്ള ഇവരുടെ ജമാഅത്തിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച് അതിനുള്ള നന്ദി എന്നൊക്കെ ഉള്ള പേപ്പറിലൊക്കെ വന്നതാണ്. അതുപോലെ യൂട്യൂബിൽ അടിച്ചാലും മുഖ്യമന്ത്രി പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എന്താണ്, ഒറ്റ കാര്യമുള്ളൂ, കിട്ടാത്ത മുന്തിരി പുളിക്കും. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഈ വർഗീയത എടുത്തേണ്ട വീശും. UP-യിൽ BJP പറയുന്നു, ഇവിടെ ഇവർ പറയുന്നു, അത്രേ ഉള്ളൂ.